വിവാദ വെളിപ്പെടുത്തലിൽ ജി സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തി. പോസ്റ്റൽ ബാലറ്റ് പൊട്ടിച്ച് തെരഞ്ഞെടുപ്പ് കൃത്രിമം നടത്തിയിട്ടുണ്ടെന്ന പ്രസ്താവനയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. സുധാകരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നിയമ നടപടിക്കാണ് കമ്മീഷന്റെ നീക്കം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയിൽ ഭയമില്ലെന്ന് ജി സുധാകരൻ പ്രതികരിച്ചു. നിങ്ങളുടെ എല്ലാം എംഎസ്സിയുടെ വലിയ നേതാവായിരുന്ന ദേവദാസ് ഇവിടെ പാർലമെന്റിൽ ആരും അറിയത്തില്ല അദ്ദേഹത്തെ. ആ ഇലക്ഷൻ പോസ്റ്റർ ബാലറ്റ് അപ്പൊ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഒരുപാട് പോസ്റ്റർ ബാലറ്റ് കിട്ടും സാറിന്. അപ്പൊ എല്ലാം ദേശീയാഭിവൃദ്ധി ഞങ്ങൾ പൊട്ടിക്കാൻ പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. അതൊക്കെ തെറ്റായ കാര്യം. ഈ എന്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. ആലപ്പുഴയിൽ നടക്കുന്ന NGO യൂണിയൻ സമ്മേളനത്തിലെ ഈ പ്രസംഗമാണ് സുധാകരനെയും CPM-നെയും വിട്ടിലാക്കിയത്. താൻ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കൾ 36 വർഷം മുമ്പ് നടത്തിയ തെരഞ്ഞെടുപ്പ് കൃത്രിമത്വമാണ് സുധാകരൻ തുറന്നു പറഞ്ഞത്. പാർട്ടി സ്ഥാനാർത്ഥിക്കായി പോസ്റ്റൽ വോട്ടുകൾ തുറന്നു പരിശോധിച്ച് തിരുത്തൽ വരുത്തിയെന്നാണ് സുധാകരൻ പറഞ്ഞത്. പ്രസംഗം വിവാദമായതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി ആരംഭിച്ചു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്പലപ്പുഴ തഹസിൽദാർ എത്തി സുധാകരന് മൊഴിയെടുത്തു. ഇപ്പം മൊഴിയെടുക്കാനാണ് പറയുക. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആദ്യം മൊഴിയെടുക്കാനായിട്ട് പറഞ്ഞു. മൊഴിയെടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് കൊടുക്കുന്നത് ഇപ്പം കളക്ടറെ കൊടുക്കും. ജില്ലാ കളക്ടർ ഇന്നലെ കൊടുക്കും. ഇപ്പം തന്നെ കൊടുക്കും. പൂർണ്ണമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയിൽ ഭയമില്ലെന്നാണ് സുധാകരന്റെ പ്രതികരണം. അങ്ങനൊരു ജനങ്ങളുടെ ചോദ്യം ഞാൻ ചോദിച്ചേ. ഞാൻ ഭയക്കുന്നില്ല. അതാണ് കൊള്ളക്കുറ്റമൊന്നും ചെയ്തില്ല. അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണെങ്കിലും സുധാകരൻ നടത്തിയ മൊഴി കമ്മീഷന്റെ തുടർ നടപടികളിൽ നിർണായകമാണ്. മൊഴിയിൽ ഉറച്ചു നിന്നാൽ നിയമ നടപടി കടുക്കും. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും കമ്മീഷന്റെ നീക്കങ്ങൾ. അതേസമയം CPM നേതൃത്വത്തെ ആകെ വിട്ടിലാക്കിയ സുധാകരന്റെ വെളിപ്പെടുത്തലിൽ പാർട്ടി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സുധാകരന്റെ തുറന്നു പറച്ചിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ആയുധമാക്കുകയാണ്. CPM കാലങ്ങളായി നടത്തുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് ജി സുധാകരൻ തുറന്നു സമ്മതിച്ചതെന്നാണ് കോൺഗ്രസ് വിമർശനം. ന്യൂസ് 18 ആലപ്പുഴ.